ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന യൂട്യൂബറുടെ ഒരു ഹോണ്ടഡ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറക്കമൊളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉറങ്ങിപ്പോവും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ, അത് കാറായാലും ബൈക്കായാലും ഒരേ കാഴ്ച കണ്ട് ഒരേ പേസിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങിപ്പോവും. അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സംഭവം നടന്നത് രാമേശ്വരം, അറിയാലോ നമുക്ക്. രാമേശ്വരം പാലം കാണാനൊക്കെ ആയിട്ട് പോണ ഒരു ടീമാണ്. ഗ്രൂപ്പായിട്ടാണ് ഇവർ പോയത്. അപ്പോൾ അതിനകത്ത് റൈഡറായുള്ള പുള്ളിക്കാരൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ട്. അത് അതിൻ്റെ ഒരു ഇടയിലൊരു ഏരിയയിൽ എന്ന് വെച്ചാൽ നമുക്ക് വേറെ റൂമുകളോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അക്കോമഡേഷൻ ഇല്ല ആ ഏരിയയിൽ. ജസ്റ്റ് ഹൈവേ മാത്രമേ ഉള്ളൂ. വണ്ടികൾ, അത് ഇവർ റൈഡ് ചെയ്തത് രാത്രിയാണ്. രാത്രി റൈഡ് ചെയ്തുകൊണ്ട് ഇവരെന്ത് പറ്റിയെന്ന് വെച്ചാൽ, പോകുന്ന വഴിക്ക് വേറെ വാഹനങ്ങൾ വളരെ കുറവ്, വൺ സൈഡ് മാത്രമേ വാഹനമുള്ളൂ. രാമേശ്വരം സൈഡിലേക്ക് തന്നെ വാഹനങ്ങൾ, തിരിച്ച് പോണ സൈഡിലേക്ക് വാഹനങ്ങളേ ഇല്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ പോണ സമയത്ത് ഹാഫ് സ്ലീപ്പ് മൈൻഡാണ്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ഈ റൈഡ് ചെയ്യുന്ന യൂട്യൂബർ പ്രേതത്തെ കാണാമെന്ന് വെച്ചാൽ വെറുതെ കാണാനല്ല, ഇവരെ ഓവർടേക്ക് ചെയ്ത് പുള്ളീൻ്റെ വണ്ടി, ഇപ്പോൾ പുള്ളി ഇച്ചിരി ഫ്രണ്ടിലാണ്, പുള്ളിയുടെ പുറകിലാണ് എല്ലാവരും. പുള്ളിയുടെ അത്യാവശ്യം ഫാസ്റ്റായുള്ള വണ്ടി കണ്ട് പുള്ളി കൈ കൊടുത്ത് പോയി മുന്നോട്ട്. അപ്പോൾ ഇവർ പുറകിലുള്ളൊരു പുറകെ വന്നുള്ളൂ. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനത്തെ റോഡുകൾ പോകാതിരിക്കുന്നതല്ലെന്നാണ്. പക്ഷേ പുള്ളി അവിടെ ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു ഒരു കമ്മ്യൂട്ടർ ബൈക്ക്, അതിനകത്തൊരു സ്ത്രീ പുറകിലുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ വസ്ത്രം, അതായത് സാരിയാണ്, വെളുത്ത സാരി. ഈ സാരി റോട്ടിൽ കിടന്ന് ഒരഞ്ഞിട്ട് പിന്നെ പുള്ളി നോക്കുമ്പോൾ ഈ സാരിയുടെ നീളം അങ്ങനെ കൂടി കൂടി വരാണ്. അതായത് സാരി ഇങ്ങനെ റോട്ടിൽ ഒരഞ്ഞ് ഒരുപാട് നീളത്തിൽ ഇങ്ങനെ താഴേക്ക്, ശൂർപ്പണകയുടെ സാരി ഇറങ്ങിയവനാരി, ആ വസ്ത്രം ഇറങ്ങിയവനാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുള്ളിയുടെ ടയറെ കണ്ട് ഈ സാരിയുടെ അടിയിലേക്കിട്ട് ചെന്നു, സാരിയുമേ ടച്ച് ചെയ്തു. പക്ഷേ പുള്ളിക്കൊന്നും ഫീൽ ചെയ്യണില്ല. ഒരു ഹാലൂസിനേറ്റഡ് ആയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് പോയി എന്ന് പറയണത്. എന്നിട്ട് ഈ സാരി കണ്ട് പുള്ളി പേടിച്ച് വണ്ടി അങ്ങ് ഒതുക്കി കഴിയുമ്പോൾ കൂടെ പുറകിൽ നിന്ന് കുറച്ച് പേര് വണ്ടി. അങ്ങനെ പുള്ളി വണ്ടി ഒതുക്കി മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ട് പിന്നെ തിരിച്ച് അവർ അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിൽ പോയി. അതായത് ഇനി ഉറക്കം വിളിക്കാൻ വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ, അടുത്തുള്ള പെട്രോൾ സ്റ്റേഷൻ അവിടെ കാണണം, അവിടെ സ്റ്റേ അടിച്ചിട്ട് പോകുന്ന പ്ലാനിൽ പോയിട്ട് അങ്ങനെ അവിടെ പോയി കിടന്നുറങ്ങി, ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കിടന്നുറങ്ങി. അങ്ങനെയാണ് അവർ കഴിച്ചിലായത്. ഇതുപോലത്തെ സംഭവം വേറെ ഉണ്ടായത് പുള്ളിയുടെ സുഹൃത്തിനാണ്. ഈ സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് പുള്ളി ഇതുപോലുള്ളൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വൈകിട്ട് റൈഡ് വേണം. വൈകിട്ട് ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ ഈ റൈഡൊക്കെ നിർത്തി തിരിച്ച് വീട്ടിലേക്ക് വന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് വരാൻ കേട്ടോ. പക്ഷേ ഈ പുള്ളി ഒറ്റയ്ക്കായിരുന്നു. ഒന്ന് നൈറ്റ് റൈഡ് അടിച്ചാണ്, ഈവനിങ് റൈഡായിരുന്നു, എത്തിയപ്പോൾ നൈറ്റായി. അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണു. പക്ഷേ എങ്ങും എത്തല്ല. കണ്ട സ്ഥലങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കാണുന്നു. കൺകെട്ടെന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് പുള്ളി അനുഭവിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ കണ്ട സ്ഥലം തന്നെ വീണ്ടും വീണ്ടും കണ്ടപ്പോൾ പുള്ളിക്ക് പേടിയായി, ഇതെന്താ സംഭവം എന്നുള്ള രീതിയിലായി. അങ്ങനെ പുള്ളി ഇങ്ങനെ പേടിച്ച് ലാസ്റ്റ് റിപ്പീറ്റായി പെട്രോളും കുറഞ്ഞു വന്നു. ഒടുവിൽ ദൈവാധീനം കൊണ്ട് പുള്ളിക്ക് അതൊരു ബോധം വരാണ്. അതായത് നമ്മൾ പോണത് ഏതോ തെറ്റായ റോഡിലാണ്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടി ഇങ്ങ് ഒതുക്കാണ്. ഈ വണ്ടി ഒതുക്കി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സ്ഥലമാണത്, ഇവിടെ എന്തോ ഗോസ്റ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. പെട്ടെന്നൊരു KSRTC ബസ് ആ റൂട്ടിൽ കൂടെ വരാണ്. അപ്പോൾ ഈ KSRTC ബസ് കണ്ട വഴി പുള്ളിക്ക് ആശ്വാസമായി. പിന്നെ ആ KSRTC ബസ്സിനെ ഫോളോ ചെയ്ത് പുള്ളി വീട്ടിലെത്തിയെന്ന് പറയുന്നത്. അത് ശരിക്കും ഈ കൺകെട്ടുള്ളതാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യം ആ പാലം ഫ്ലൈ ഓവറൊക്കെ വയ്ക്കണ സമയത്തേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തുകൂടി പോയിട്ട്, ഞാൻ ഈ റൗണ്ട് അബൌട്ടിൽ കിടന്ന് കറങ്ങാണ്. അതായത് പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഒരു സൈഡിൽ നിന്ന് കറങ്ങും. അത് കഴിഞ്ഞിട്ട് ഫ്ലൈ ഓവറാണോ പാലമല്ല ഫ്ലൈ ഓവറാണ്, ഓക്കെ. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ഇവിടേക്ക് തന്നെ വരും. ഏതാണ്ട് 1-2 ലിറ്റർ പെട്രോളിനെ ഞാൻ കത്തിച്ചു. എന്ന് വെച്ചാൽ കിടന്ന് ഓട്ടം എവിടെ എത്തള്ള. അപ്പോഴാണ് ഞാൻ കൺകെട്ടെന്നൊന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ എൻ്റെ പുറകിലിരിക്കുന്ന സുഹൃത്തും പറഞ്ഞു, എടാ ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ, നമ്മളെങ്ങും എത്തുള്ളത്, നമ്മൾ ഒരു സ്ഥലത്തേക്കും പോകണല്ലോ. ഞങ്ങൾ വഴി ചോദിച്ചു, ഇതിൻ്റെ ഇടയിൽ വഴി ചോദിച്ചിട്ട് പിന്നെ നിർത്താണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് പോവും, ജംഗ്ഷനിൽ പോയിട്ട് കറങ്ങി തിരിച്ചു വരും. നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടായി, എന്നാൽ പോലും ഇങ്ങനെ വരുന്ന പ്രതീക്ഷയില്ല.
പിന്നെ കൺകെട്ട് മാറാനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പൈപ്പ് കണ്ടു കഴിയുമ്പോൾ വണ്ടി നിർത്തിയിട്ട് മുഖമൊക്കെ ഒന്നിട്ട് കഴുകി, വായൊക്കെ കുലുക്കുഴിഞ്ഞ് തുപ്പി, നീട്ടി 3 തൂപ്പൊക്കെ തുപ്പി, കൈയും കാലും കഴുകി മുഖം കഴുകി അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോയിട്ട്, എന്നിട്ട് കോമഡി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ ഉണ്ടായ വണ്ടിയിൽ, അന്ന് നമ്മൾ സ്റ്റുഡൻസാണ്, അപ്പോൾ കയ്യിൽ 10 പൈസ ഇല്ല, കറക്റ്റ് പെട്രോൾ അടിച്ച് വെച്ചേക്കാം, പിന്നെ പെട്രോൾ അടിക്കാൻ കാശില്ല. എന്നിട്ട് ആ പെട്രോൾ വെച്ചിട്ട് കറക്റ്റ് എൻ്റെ വീട്ടിലെത്തി. കറക്റ്റ് വണ്ടി ചെരിച്ചിട്ടുണ്ട് വീട്ടിലെത്തിയത്. CT100 അറിയാമല്ലോ, പഴയ CT100 എന്ന് വെച്ചാൽ ഒരു 70 കിലോമീറ്റർ 80 കിലോമീറ്ററൊക്കെ മൈലേജ്. ഇപ്പം എന്താ അത്ര കിട്ടാത്തതെന്ന് അറിയില്ല. അപ്പോൾ ആ ബൈക്കിന് ഞാനങ്ങനെ എത്തിപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണോ. അപ്പോൾ അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവമാണ്. അത് ഒരാൾക്ക് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നൊക്കെ. പക്ഷേ ഇത് അനുഭവിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോമഡി ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇതുമാതിരി തന്നെ ചില സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഉൾപ്പെടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് വണ്ടിയിൽ കൈ കാണിച്ചു, ഒരാൾ വണ്ടി കയറി, അത് രാത്രിയായിരുന്നു. എന്നിട്ട് വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ എത്തിയിട്ട് ലാസ്റ്റ് കെണിയായി എന്ന് വെച്ചാൽ അവിടെ പുറകിൽ ആളില്ല. വണ്ടി നിർത്തി ഇറക്കാൻ നോക്കിയപ്പോൾ ഒരു ശ്മശാനത്തിൻ്റെ ഏരിയ, പുള്ളി പേടിച്ച് പോയി. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഊബർ ഡ്രൈവേഴ്സിന് അതൊരു ബ്രെയിൻ്റെ പ്രതിഭാസം എന്ന് പറയണം. എന്നാൽ പോലും ഊബർ ഡ്രൈവേഴ്സിന് ഇതുമാതിരി ഊബർ ഓട്ടം വിളിച്ചിട്ട് വണ്ടി ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇതുപോലുള്ള ഒറ്റപ്പെട്ട സ്ഥലം കാട് ഏരിയയിലേക്ക് കിടന്നാൽ റിസ്ക്കാണ്. അപ്പോൾ അത് ബ്രെയിൻ്റെ ഒരു മെക്കാനിസമാണ്. ഓവറായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസ്കി ആയിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതുമാതിരി ഒരു സംഭവമാണ്, പ്രേതമല്ല അത്. ഇപ്പോൾ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്നൊരു പരിപാടി. അതായത് ഊബർ ടാക്സി വിളിച്ചിട്ട് ഇവർ വിളിച്ച് ലൊക്കേഷൻ ഡ്രോപ്പ് ചെയ്യേണ്ട ലൊക്കേഷൻ അടിക്കുന്നത് ഉൾഗ്രാമത്തിൽ, അതായത് വളരെ ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ, അല്ലെങ്കിൽ വീടുകൾ പോലും ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾക്ക് നല്ല ട്രിപ്പ് വന്ന് കൊണ്ടുപോയിട്ട് ഉൾഗ്രാമത്തിലെ ആ കാട്ടിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ഇവർ കത്തിയും തോക്കും പുറത്തേക്ക് എടുക്കും. കത്തി എടുത്തിട്ട് പറയും, നിങ്ങളൊരു കാരണവശാലും അനങ്ങി കഴിഞ്ഞാൽ തട്ടിക്കളയെന്ന് പറയും. ഫോൺ എടുത്തോ, ID കാർഡ് എടുത്തോ, മറ്റേ ATM കാർഡ് എടുത്തോ, എല്ലാം എടുത്തൊക്കെ തന്നേക്കാൻ പറയും. എന്നിട്ട് ഇവർ ചെയ്യണ പരിപാടി എന്ന് പറയുമ്പോൾ ഇവർ ഈ മറ്റേ ATM കാർഡ് കിട്ടിക്കുമ്പോൾ ചോദിക്കും ഇതിൻ്റെ പാസ്വേഡ് തന്നു ചോദിക്കും. അപ്പോൾ പൊതുവെ എല്ലാവരെയും ഫോണിൻ്റെ പാസ്വേഡ് ആദ്യം മേടിച്ചിട്ടാണ് ATM കാർഡിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നത്. അപ്പോൾ അവരാ പാസ്വേഡ് നോട്ട് ചെയ്ത് വയ്ക്കും. കാരണം അവർക്കറിയാം മിക്കവരെയും ഫോണിൻ്റെ പാസ്വേഡും ATM കാർഡിൻ്റെ പാസ്വേഡും ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും മിക്കവരുടെയും. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയപ്പെടുന്നത് നിങ്ങളുടെ ATM കാർഡിൻ്റെ പാസ്വേഡ് മാറ്റിക്കോളാൻ തന്നെ. അതായത് നിങ്ങളുടെ പാസ്വേഡ് മാറ്റിയില്ലെങ്കിൽ മറ്റാരെങ്കിലും അത് അപഹരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു അനുഭവം ചിലരുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള അന്നത്തെ പൈസ മൊത്തവും നമ്മുടെ ചിലപ്പോൾ ATM നിന്ന് പോയിട്ട് കംപ്ലീറ്റ് പൈസ ഇവർ വലിച്ചെടുക്കും. സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഈ ഫോൺ ഉണ്ടായാലേ പറ്റുള്ളൂ. പിന്നെ ബാങ്കിൽ പോകണം. ചിലപ്പോൾ ഇത് നമുക്ക് ഈ ഓട്ടം വന്നത് രാത്രി ആയിരിക്കും. ഇപ്പോൾ ബാങ്ക് രാത്രി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കയ്യിൽ നിന്ന് ആ പൈസ പോയതിന് ശേഷം രാവിലെ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നുള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ടാവണം കേട്ടോ. ഇതുമാതിരി തന്നെ റീസെൻ്റ്ലി ഒരു സംഭവം ഉണ്ടായത് ഡൽഹിയിലെ കേസ് ഞാൻ പറഞ്ഞിരുന്നല്ല ഒരു വീഡിയോയിൽ. അയാൾ ഡൽഹിയിൽ പഞ്ചാബുകാരനാണ്, ഡൽഹിയിൽ ടാക്സി ഓടിക്കുന്നൊരു വ്യക്തിയാണ്. ഈ പുള്ളി ഡൽഹിയിലെത്തിയ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 11 മണിക്കാണ് കണ്ടെത്തിയത്. ആ ഒരു സമയത്ത് എത്തിയിട്ട് നേരെ പോയിട്ടൊരു ഓട്ടോ പിടിക്കണം. കാരണം അവിടെ ഉള്ളവർ ജീവിക്കുന്നവർക്കറിയാം ഷെയർഡ് ഓട്ടോ ആണെങ്കിൽ 10 രൂപയ്ക്ക് വരുള്ളൂ ഒരു സ്ഥലത്തു നിന്ന് നമ്മുടെ ഒരു A to Bയിലേക്ക് എത്താനായിട്ട്. ഈ 10 രൂപ കൊടുക്കാനുള്ള പ്ലാനിങ്ങിൽ പുള്ളി ലാഭം നോക്കി ഓട്ടോ വിളിച്ച് കഴിഞ്ഞപ്പോൾ 2 പേര് ഓൾറെഡി അതിനകത്ത് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഓട്ടോ ഒരു ഉള്ളേരിയയിലേക്ക് തിരിക്കുകയാണ്. തിരിച്ച വഴി പുള്ളീൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറഞ്ഞു പൈസയൊക്കെ എടുത്തോളാൻ പറഞ്ഞു. പൈസയൊക്കെ എടുത്തോ. പുള്ളിയുടെ കയ്യിലുള്ള കംപ്ലീറ്റ് കാശ് ഫോണും 2 ഫോൺ ഉണ്ടായോ 2 ഫോൺ എടുത്തുകൊണ്ട് പോയി. ഇനി സ്വിഗ്ഗി സൊമാറ്റോ അല്ലെങ്കിൽ ഊബറൊക്കെ ഓടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 2ാമത് ഫോൺ മേടിച്ച് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതായത് നേരത്തെയുള്ള ആപ്പിൻ്റെ ID വെച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാനൊക്കെ എന്തോരം മെനക്കെടാന്ന്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു സംഭവം പറയാം. ഈ ഒരു സംഭവത്തിൽ ഇതൊരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ. അത് വണ്ടി ഓടിച്ച് പോണ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ആളുകൾ കയറി വന്നു. ആളുകൾ ഇങ്ങനെ വെളുത്ത രൂപമാരി കയറി വന്നു. ഇത് സംഭവിച്ചത് എബ്രോഡുണ്ടോ, യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അപ്പോൾ അത് പെട്ടെന്നൊരു വെള്ള രൂപം വന്നിട്ട് നമ്മുടെ വിൻഡ് ഷീൽഡ് ഉണ്ടല്ലോ, വിൻഡ് ഷീൽഡിൽ ഇങ്ങനെ തട്ടി തെറിച്ച് പോണു.
അപ്പോൾ അപ്പോഴാണ് അതുവരെ പ്രേതത്തിനെ ഒരു പേടിയില്ലാതിരുന്ന ആൾക്കാർ ഈ ഒരു അനുഭവത്തോടു കൂടി പ്രേതത്തിനെ പറ്റി ഭയങ്കര ഭയമായി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ ഈ കാണാത്ത കേൾക്കാത്ത എക്സ്പീരിയൻസ് ചെയ്യാനതൊക്കെ നമുക്ക് ഒരു കഥയാണ്, കെട്ടുകഥ. പക്ഷേ ഈ ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളത്. അപ്പോൾ ആ ചേട്ടനും അവിടെ തന്നെയുള്ള കുറേ ചേട്ടന്മാരുടെ ഒരു പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്, കാടേരിയാണ്. അവിടെ എന്തോ വേട്ടപ്പരിപാടിയോ മീൻ പിടിക്കലോ എന്തോ പരിപാടിയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ വണ്ടിയുടെ ലൈറ്റ് പൊട്ടിപ്പോവാ, ഫ്യൂസായി പോകട്ടെ ചെയ്ത് കുഞ്ഞിരുട്ട്. എന്നിട്ട് ഇവരാകെ പെട്ട് നിൽക്കുന്ന സമയത്ത് ഇവരെ വണ്ടിയും കംപ്ലൈൻ്റ് ആയി. പഴയ ഓട്ടോറിക്ഷയിലാണ് പോയത്, പഴയ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി തള്ളാണ് അവർ. എങ്ങനെയെങ്കിലും ആ ഉള്ളേരിയ കിടക്കണം, കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരൊരു ഏരിയ എത്തിക്കഴിയുമ്പോൾ ഒരു പുള്ളി പന്തമായിട്ട് വന്നു, പന്തമായിട്ട് വന്നിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒന്നും നിൽക്കല്ലേ, ഇവിടെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ്, ഇവിടെ നിന്ന് പൊക്കോളണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ അനന്തഭദ്രത്തിലൊക്കെ പറയണമായി. പക്ഷേ ഇവരത് ആ ചേട്ടാ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഇവർ കുറച്ച് ദൂരം തള്ളി പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ് ഉണ്ട് അവിടെ. ആ ഹെഡ് പോസ്റ്റിലെത്തിക്കഴിയുമ്പോൾ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഓട്ടോ കംപ്ലൈൻ്റ് ആയി പോയി, ആദ്യം വണ്ടിയുടെ ലൈറ്റ് ഫ്യൂസായി പോയി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാർ ചോദിച്ചേ നിങ്ങൾ ആരോടാ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് ആരോടാ സംസാരിച്ചതെന്ന് ചോദിച്ചു. അതൊരു പുള്ളിക്കാരൻ പന്തമായിട്ട് വന്നിട്ടുണ്ടായി. പന്തമായിട്ട് ഒരു തീയൊക്കെ കത്തിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അയാളവിടെ അടുത്ത് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ പോലീസുകാർ പറയുന്നത് അവിടെ ഒന്നും ഒരു വീടുമില്ല, ഒരു കൂടുമില്ല, നിങ്ങൾ എന്ത് വിശ്വസിച്ചാൽ അയാളുടെ അടുത്ത് സംസാരിച്ചതെന്ന് ചോദിച്ചു. അത് ശരിക്കും മനുഷ്യനല്ലെന്നാണ് ഈ പോലീസുകാർ പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് അവിടെ ഒരു മനുഷ്യർ താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല, അതികടെ നടക്കാനും കൊള്ളില്ല. എന്ന് വെച്ചാൽ ലിറ്ററലി ആ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അവിടെയൊന്നും ആരും അങ്ങനെ ഈ പറഞ്ഞ രാത്രി 10-12 മണിക്കൊന്നും അങ്ങനെ നിൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ ആ വഴിക്ക് അങ്ങനെ അവർ പരിപാടിക്ക് പോയിട്ടില്ല ഓട്ടോറിക്ഷയിൽ. കാരണം എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ കംപ്ലൈൻ്റ് ആയതാണോ, തന്നെ കംപ്ലൈൻ്റ് ആയതാണോ, വേറെ വല്ല ശക്തികളുടെ കംപ്ലൈൻ്റ് ആക്കിയതാണോ, ഇതൊന്നും ഒരു പിടുത്തൂല അവർക്ക്. പക്ഷേ ഇതൊക്കെ ലൈഫിൽ അനുഭവിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. പിന്നെ ഒരു 11 മണി കഴിഞ്ഞ് നമ്മൾ പരമാവധി ഈ റൈഡുകൾ കട്ട് ഓഫ് ചെയ്യുക. കാരണം ഈ 11 മണി കഴിഞ്ഞാൽ ഒന്നാമത് ഹോണ്ടഡ് എക്സ്പീരിയൻസ് വരുന്നത് ചാൻസ് ഉണ്ട്. അതല്ല പേടിക്കേണ്ടത് 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യരുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. അതായത് ചിലപ്പോൾ ഡ്രിങ്ക്സ് കഴിച്ച് വന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവയവ മാഫിയ ഉണ്ടാവും, അല്ലെങ്കിൽ അവയവ മാഫിയയിലും കൂടുതലായിട്ട് ഈ ആഭരണങ്ങൾ പൈസയൊക്കെ തട്ടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അവർക്ക് വണ്ടിയിൽ കുന്ന് ഇടിക്കുക എന്നുള്ളതാണ്. പറയാൻ കൊള്ളാം, വൃത്തിയിട്ട പരിപാടിയാണ്. പക്ഷേ ഇങ്ങനെ ഇടിച്ച് ഒരു സൈഡാക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് കേസുകൾ. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, അതിനകത്ത് തേങ്ങ ഒറ്റയ്ക്ക് ഹൈവേയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തേങ്ങ അയാളുടെ ഓപ്പോസിറ്റ് വരാമെന്ന് ഉരുട്ടിയേക്കണ വരാണ്ട് തേങ്ങ. ആ തേങ്ങമേ കയറി കഴിഞ്ഞാൽ പുള്ളി തലയടിച്ച് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടിമേ തെറിച്ച് വീണ് കഴിഞ്ഞാൽ ആൾ അവശതയാവും. പിന്നെ അയാൾക്ക് മുമ്പിലൊരു കത്തി കാണിച്ച് കഴിഞ്ഞാൽ പേടിപ്പിച്ചിരുത്ത്, അല്ലെങ്കിൽ ആൾ ബോധം പോയി അവിടെ കിടക്കും. ആൾ മരിച്ചു പോയില്ലേ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ടോ, റോഡിൻ്റെ നടുക്കെങ്ങനെ വീണിടുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മോഷണങ്ങൾ നടത്തുന്ന ഒരുപാട് കേസുകളുണ്ട്. ഞാൻ ഈ ഡൽഹിയിൽ വെച്ച സംഭവത്തെ പറ്റി ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ, ഷോർട്ട് വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലൊരു ഫേസ്ബുക്കിൽ കമൻറ്റ് വന്നൊരു ചേച്ചി. ആ ചേച്ചി പറഞ്ഞത് ഇതുമാതിരി ഒരു അനുഭവം അവർക്കുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഓട്ടോ വിളിച്ചു, ഇവർ വഴി തെറ്റി കാണാം, ഒരു ഓട്ടോക്കാരൻ വന്നവരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോ വിളിച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്നൊരു കാട് ഏരിയ ലെഫ്റ്റിലേക്ക് കട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണ്ടായി. ഇവർക്ക് പേടി കിട്ടി, ആകെ പേടിച്ച് വിറച്ച് കയറുന്നു. അപ്പോൾ ആ സമയത്ത് ഓട്ടോക്കാരൻ നല്ല ആളായിരുന്നെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ലാസ്റ്റ് അവരെ വീട്ടിൽ കുന്നാക്കിയിരുന്നു, അതായത് ഹോട്ടലിൽ. എന്ന് വെച്ചാൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡായി പോകും. ആ സമയത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം വരുന്നത്. പിന്നെ ഈ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ചാള വറുക്കാന്നോ ചാള കുത്താന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്. അതിൻ്റെ അർത്ഥം ആ അപകടം നടന്നിടത്തുള്ളവരെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റില്ല. കാരണം ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ട് സ്ത്രീകൾ സ്വർണ്ണം ഒറിജിനലേ ധരിക്കുള്ളൂ, അല്ലെങ്കിൽ എന്തോ കുറച്ചിലും വരെയുള്ളൂ. അപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ ട്രെൻഡ് വന്ന പിന്നെ ഈ ആളുകൾ ട്രെൻഡ് വന്ന പിന്നെ അല്ല, പണ്ട് തുടങ്ങിയുള്ള പിന്നെ ഈ വലിയ പാണ്ടി ലോറിയും വെച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഹോട്ടലുകളിലൊക്കെ വെച്ചിട്ട് അവർക്ക് ചാരന്മാരുണ്ട്. ഇന്ന വണ്ടിയിൽ ഇത്ര ആൾക്കാരുള്ളൂ, വണ്ടി ഇന്നതാണ്, അപ്പം ഇന്ന വണ്ടിയൊക്കെ ആകുമ്പോൾ ഇത്ര സമയത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അയാൾക്കൊരു പങ്ക് കിട്ടും. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇവരെ പറ്റിക്കും. എന്ന് വെച്ചാൽ വണ്ടി നിങ്ങൾക്കറിയാലോ, നമ്മുടെ കയ്യിലെപ്പോഴും നിൽക്കണമെന്നില്ല. നമ്മുടെ നേരെ ഒരുത്തം വന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ഇപ്പോൾ ഈ ഹൈവേയിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്യാവശ്യം സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്നൊരു പാണ്ടിലോറി വട്ടം കയറ്റി വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പെട്ടെന്ന് വന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഇവർ അടിച്ചു മാറ്റണം. അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ ഒരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിയുക, അത് പണിയായില്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 11 മണി കഴിഞ്ഞാൽ വണ്ടി റൈഡ് ഒഴിവാക്കുക, 100% ഒഴിവാക്കുക. റോഡ് കാര്യമാണ്, കംഫർട്ടബിൾ റൈഡാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ നമുക്കാ വേണ്ട, അങ്ങനെ ഒരു റൈഡ് നമുക്ക് വേണ്ടെന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ സേഫ്റ്റി അവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന റോഡാണെങ്കിൽ പോലും ഹൈവേയിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഇന്നലെ ഞാൻ ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നൊരു ടീം പെട്ടെന്ന് വളയ്ക്കാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി ലോറിക്കാരൻ വന്നിട്ട് വലിയ ട്രെയിലർ ഏതൊരു ബായാണ് ഓടിച്ചത്. അവൻ വന്നിട്ട് നൈസായിട്ട് ഈ ഒരു വാഗണാറിൻ്റെ പുറകെ കൊണ്ട് ഒരു ഇടിയം കിടിക്കുകയാണ്. എന്ന് വെച്ചാൽ മനഃപൂർവ്വമായിരിക്കും, ചിലപ്പോൾ ഇവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വണ്ടിക്കാരൻ മൂവ് ചെയ്യണിട്ട് പുറകെ കട ഗ്യാപ്പ് നോക്കി അങ്ങോട്ട് കയറ്റി വെച്ചാണ്. പുള്ളി ബൈക്ക് വന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ഇടിയാണ് വണ്ടി കാറും മേടിച്ചെന്ന് വെച്ചാൽ ആ മിസ്റ്റേക്ക് ലോറിക്കാരൻ്റെയാണ്, അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പിന്നെ ഈ ഇൻഡിക്കേറ്റർ എടുത്ത് മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോൾ അത് നോക്കി വണ്ടി കയറ്റി വെക്കണം, റോഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. ഈ ഹൈവേയുടെ വളയ്ക്കണ സമയത്തെ ആ ഗ്യാപ്പിലേക്കാണ് കയറ്റി വെച്ചോളണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പുറകിക്കട വന്ന വണ്ടികൾ ഓൺ ഗോയിങ് ട്രാഫിക് ഉണ്ടെങ്കിൽ നോക്കണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഇടുന്നേ ഇല്ല. ഇൻഡിക്കേറ്ററൊക്കെ വിദേശത്ത് നമ്മളൊരു വളവിലേക്ക് വളക്കണേക്ക് മുമ്പ് അല്ലെങ്കിൽ ഹൈവേയിൽ ഡയറക്ഷൻ മാറണമെങ്കിൽ ഒരു 15 സെക്കൻഡ് മുമ്പാണെങ്കിൽ അത്ര നല്ലത്. 1 മിനിറ്റ് മുമ്പ് ഞാൻ പറയുള്ള മിനിമം പറയുന്നത് 5 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡാണ് മിനിമം, വെരി മിനിമം. 5 സെക്കൻഡെങ്കിലും ഇട്ടിട്ട് അവർക്ക് ഡയറക്ഷൻസ് വണ്ടി സ്ലോ ചെയ്യാനും ഡയറക്ഷൻ മാറ്റാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരൊറ്റ വെട്ടിക്കണം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. ഈ ഒരു സംഭവത്തിന് മാത്രം യാതൊരു കൺട്രോളില്ല. ട്രാഫിക് പോലീസ് ഇതിന് വേണ്ടിയിട്ട് കുറേ ഫൈനുകൾ അടിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതായാലും മതി, അതെടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് കുറച്ചുകൂടി പോപ്പുലർ ആക്കണം. കാരണം പോപ്പുലർ ഉണ്ട് ഇപ്പോൾ, ഞാൻ പോലും ഇത് ഉപയോഗിച്ചുള്ള അങ്ങനെ. പക്ഷേ അങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാനുള്ള പരിപാടികൾ നിർത്തും. KSRTC പോലുള്ള ആക്കണ്ട KSRTC ഇതിലൊക്കെ ഇൻഡിക്കേറ്റർ ഉണ്ടോയെന്ന് ആർക്കറിയാം. ജാംബവാൻ്റെ കാലത്തുള്ള ഇൻഡിക്കേറ്റർ സെറ്റപ്പ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. നടൻ ആസിഫ് അലി പറഞ്ഞ മാതിരി ഞാൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം കുറേ ഇൻഡിക്കേറ്ററുകൾ വയ്ക്കുന്നു KSRTCയിൽ. അത് ശരിക്കും യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടിട്ട് എന്തു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ബൈ ഫ്രം UBM.